ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 36. വ്യാസ് തന്റെ പേരിലുള്ള താലി ഗൗരിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. സീമന്തരേഖയിൽ സിന്ദൂരം അണിയുമ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. കണ്ണൻ ഓടിച്ചെന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. എല്ലാവരുടെ മുഖത്തും സന്തോഷം നിറഞ്ഞു നിന്നു. ഗൗരിയും വ്യാസും ഭർദന്റെയും യശോദയുടെയും അനുഗ്രഹം വാങ്ങി. നടയിൽ നിന്ന് ഒന്നുകൂടി തൊഴുത് തിരിഞ്ഞ ഗൗരിയെ വ്യാസ് പിടിച്ചു നിർത്തി അവളുടെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകി. രണ്ടുപേരുടെയും കണ്ണുകൾ തങ്ങളുടെ പ്രേമ സാഫല്യത്തിന്റെ സന്തോഷത്തിൽ നിറഞ്ഞൊഴുകി. അത് കണ്ട് സന്തോഷത്തോടെ രോഹിത് ലച്ചുവിനെയും വേദ് നീതുവിനെയും ഒരു കൈയാൽ ചേർത്തു പിടിച്ചു. ഡോ ഭാര്യ, എന്തുറക്കമായത്, പോകണ്ടേ നമുക്ക്? അലക്സിന്റെ ശബ്ദം കേട്ട് ഗീതു കണ്ണു തുറക്കുമ്പോഴും സ്വപ്നത്തിൽ അവൾ കണ്ട ഗൗരിയുടെയും വ്യാസിന്റെയും സന്തോഷം നിറഞ്ഞ മുഖം അവളുടെ ചുണ്ടുകളിലും പുഞ്ചിരിക്ക് വഴിയൊരുക്കി. എന്താ, ഇന്നും കല്യാണം തന്നെയാണോ സ്വപ്നം കണ്ടത്? അവളുടെ ചിരി കണ്ടതും അലക്സ് ചിരിയോടെ ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് അവളുടെ മറുപടി ഒരു നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. വർഷം കുറെ ആയില്ലടോ ഇത് തന്നെ കണ്ടു തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കേ. അവന്റെയും അവളെ കല്യാണം കഴിഞ്ഞു. ഇപ്പതാ കണ്ണന്റെ കല്യാണമായി. ഇനി അതിനെപ്പറ്റി സ്വപ്നം കാണൂ. അറിയില്ല ഇച്ചായ, എന്നും ഇതേ സ്വപ്നം കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഓർമ്മയിൽ വരുമ്പോൾ കൂടെ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളും ഓർമ്മ വരും. ഞാൻ ചെയ്തു കൂട്ടിയതിനൊക്കെ ശിക്ഷ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അത് ഇച്ചായം കൂടി അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല ഇച്ചായ. എന്റെ മകനോട് ചെയ്തതിന് തക്കതായ ശിക്ഷയാണ് എനിക്ക് ലഭിച്ചത്. അമ്മയാവാനുള്ള കഴിവ് തന്നെ ആ വീഴ്ചയിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? അത് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണെന്ന് ഇത്രയും വർഷം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതിന് എനിക്ക് കിട്ടിയ ശിക്ഷ. എന്നാൽ എന്നെ പ്രണയിച്ചു എന്നൊരു കുറ്റം കൊണ്ട് മാത്രം ഇച്ചായനും ഒരച്ഛനാവാനുള്ള ഭാഗ്യം ഇല്ലാണ്ടായില്ലേ? പറഞ്ഞു തീർന്നതും ഒരേങ്ങലോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി. അലക്സ് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. മാളു, നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയം സംസാരിക്കേണ്ട എന്ന്. നിന്നെ ഈ കാണുന്ന രീതിയിൽ തിരിച്ചു തന്നതിന് ഞാൻ എന്നും ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ കുട്ടികളില്ലാത്തത് ഒരു കുറവായി എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ആര് പറഞ്ഞു നമുക്ക് കുട്ടിയില്ലെന്ന്? അവൻ അത് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ഹലോ, നിങ്ങളുടെ റൊമാൻസ് കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ശബ്ദം കേട്ടിടത്തേക്ക് അലക്സും ഗീതവും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവരെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണനെ. അവനെ കണ്ടതും രണ്ടുപേരുടെയും മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥത കുറയുന്നത് അവർ അറിഞ്ഞു. എന്റെ പപ്പേ, നാണമില്ലേ നിങ്ങൾക്ക്? മോന്റെ കല്യാണമായി, അപ്പോഴാണ് അവരുടെ ഒരു റൊമാൻസ്. മൂക്കിൽ വിരൽ വെച്ച് കളിയാക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞതും അലക്സ് അവന്റെ ചെവി പിടിച്ചു തിരിച്ചു. കുശുമ്പ് കുത്തിയിട്ട് കാര്യമില്ല ചെക്ക, ഞങ്ങൾക്കിപ്പോഴും പ്രണയിച്ച് നടക്കേണ്ട പ്രായമേ ആയിട്ടുള്ളൂ. പിന്നെ കാണാനും ഞങ്ങൾ ചെറുപ്പമല്ലേ. അല്ലാണ്ട് നിന്റെ അച്ഛനെ പോലെ ഞാൻ കിളവനായിട്ടൊന്നും ഇല്ലെന്നേ. കിളവൻ നിന്റെ? ദേ അലക്സേ, എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കാൻ നിൽക്കരുത്. ചെക്കൻ നിൽക്കുന്നു. വ്യാസിന്റെ നാവിൽ നിന്നും സരസ്വതി കേട്ടപ്പോഴാണ് അലക്സ് കണ്ണന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ വീഡിയോ കോളിലിരിക്കുന്ന വ്യാസിനെ കണ്ടത്. അവനെ കണ്ടതും അലക്സ് ചമ്മിയ ഒരു ചിരി പാസാക്കി. മതി മതി, നിന്ന് ചമ്മിയത് മതി. നിങ്ങൾ രണ്ടുപേരും അവന്റെ ഒപ്പം ഇങ്ങോട്ട് വേഗം വന്നേ. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് കണ്ണന്റെ പപ്പയും അമ്മയും എവിടെ നിന്ന്. ഗീതു, കഴിഞ്ഞില്ലേ പാക്കിംഗ്? പപ്പയുടെയും മോന്റെയും
കളി കണ്ട് നിറഞ്ഞ മനസ്സോടെ നിന്നിരുന്ന ഗീതുവിനോട് വ്യാസ് ചോദിച്ചതും ആടാ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങാ. ചിരിച്ചുകൊണ്ട് അവൾ മറുപടി കൊടുത്തതും വ്യാസ് കോൾ കട്ട് ചെയ്തു. മമ്മ, പപ്പ, വേഗം വായോ, ഞാൻ പാർക്കിങ്ങിലുണ്ടാവും. ബാക്കി റൊമാൻസ് ഒക്കെ വീട്ടിൽ ചെന്നിട്ടാവാട്ടോ. അലക്സ് അവനെ അടിക്കാനായി കൈ ഓങ്ങിയതും അവൻ തിരിഞ്ഞോടി. കണ്ടോടെ ഭാര്യ, നമ്മുടെ മോനെ. നമുക്ക് മക്കളില്ലെന്ന് പറഞ്ഞാൽ അതവന് സഹിക്കാനാകുമോ? അവൻ പോട്ടെ, അവർ സമ്മതിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അയ്യോ ഇച്ചായ, അവരെ റെഡിയാക്കാൻ ഞാൻ നേരത്തെ ചെല്ലാം എന്ന് ഞാൻ ഏറ്റതാണ്. ഇനിയും വൈകിയാൽ രണ്ടും കൂടി എന്നെ കൊല്ലും. അത്രയും പറഞ്ഞ് ഗീതു വേഗം പുറത്തേക്ക് നടന്നു. അവളുടെ മുഖത്തെ സന്തോഷം പതിയെ അവനിലേക്കും പടർന്നു. എവിടെയായിരുന്നു രണ്ടാള് ഇതുവരെ? വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന അലക്സിനോടും ഗീതുവിനോടും ചോദിക്കുന്നവരെ കണ്ട് രണ്ടാളും നിറഞ്ഞു പുഞ്ചിരിച്ചു. ഇരട്ടകൾ പരട്ടകൾ കലിപ്പിലാണല്ലോ. അലക്സ് കളിയാക്കിയതും മുന്നിൽ നിൽക്കുന്ന ദക്ഷിണ എന്ന അമ്മുവും ദേവിക എന്ന പൊന്നുവും. വ്യാസിന്റെയും ഗൗരിയുടെയും ഇരട്ട പെൺകുട്ടികളാണിവർ. ഗൗരിയെയും ഗീതുവിനെയും പോലെ കാഴ്ചയിൽ ഒരുപോലെയുള്ളവർ. അലക്സിനെ പുറത്തും നെഞ്ചിലുമൊക്കെയായി അടിച്ചുകൊണ്ടിരുന്നു. പപ്പ, ഇനി വിളിക്കോ ഞങ്ങളെ പരട്ടകളെന്ന്? ഹേ, വിളിക്കൂന്ന്? അയ്യോ ഇല്ല എന്റെ പൊന്നു മക്കളെ, പപ്പയെ വെറുതെ വിട്. മാളു, ഒന്ന് രക്ഷിക്കടോ. അവരുടെ കളി കണ്ട് ചിരിച്ചു നിന്നിരുന്ന ഗീതുവിനോട് അലക്സ് വിളിച്ചു പറഞ്ഞു. ഇല്ല, മമ്മ രക്ഷിക്കില്ല. പപ്പയോടല്ല, മമ്മയ്ക്ക് ഞങ്ങളെയാ ഇഷ്ടം, അല്ലേ മമ്മ? അമ്മു ചോദിച്ചതും ഗീതു അവരെ രണ്ടുപേരെയും മാറോട് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. പിന്നല്ലാതെ, മമ്മയുടെ ഈ രണ്ട് സുന്ദരി കുട്ടികളെ കഴിഞ്ഞേ മമ്മയ്ക്ക് ആരെ ഇഷ്ടമുള്ളൂ. അതാണ് ഞങ്ങളുടെ മമ്മ. രണ്ടാളും ഒരുമിച്ച് പറഞ്ഞ് ഗീതുവിന് കവളിൽ അമർത്തി ചുംബിച്ചു. കൂടെ പിണങ്ങി മാറി നിന്നിരുന്ന അലക്സിനെയും അവർ ചേർത്തു പിടിച്ചു. കാറിൽ നിന്നും ബാഗും എടുത്ത് വരികയായിരുന്ന കണ്ണൻ ഈ കാഴ്ചയാണ് കാണുന്നത്. ആഹാ, എന്നെ കൂടാതെ ഇവിടെ കെട്ടിപ്പിടി മത്സരം നടത്തുന്നോ? സമ്മതിക്കില്ല ഞാൻ. പറയുന്നതോടൊപ്പം അവനും അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി. വ്യാസും ഗൗരിയും ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നപ്പോൾ കാണുന്നത് തങ്ങളുടെ 3 മക്കളും അവരുടെ സ്വന്തം പപ്പയും അമ്മയും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ്. അവരുടെ 2 പേരുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. മതി മതി, ഇങ്ങനെ നിന്നാ മതിയോ? മമ്മ ഒരുക്കിയാ മതി എന്ന് പറഞ്ഞ് ഒരുത്തി അപ്പുറത്തിരിപ്പുണ്ട്. വേഗം ചെല്ലാൻ നോക്ക്. അല്ലെങ്കിൽ കല്യാണ പെണ്ണാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദേഷ്യം വന്നാൽ അവളുടെ അമ്മ ലച്ചുവിന്റെ അതേ സ്വഭാവ. ഈ വീട് തിരിച്ചു വെക്കും. ഗൗരിയുടെ വാക്കുകൾ കേൾക്കെ അവൾക്കൊരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ച് ഗീതു അകത്തേക്ക് നടന്നു. ഇന്നാണ് വ്യാസിന്റെയും ഗൗരിയുടെയും മകൻ ദൈവിക് എന്ന കണ്ണന്റെയും രോഹിത്തിന്റെയും ലച്ചുവിന്റെയും മകൾ അർച്ചന എന്ന അച്ചുവിന്റെയും കല്യാണം. അച്ചുവിന് അമ്മുവിന്റെയും പൊന്നുവിന്റെയും അതേ പ്രായം തന്നെയാണ്. വ്യാസിന്റെയും അലക്സിന്റെയും രോഹിത്തിന്റെയും ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കാൻ വേദും, ഗൗരിക്കും ഗീതുവിനും ലച്ചുവിനൊപ്പം അതിഥികളെ സ്വീകരിക്കാനായി നീതുവും നിന്നപ്പോൾ അവരുടെ മകനായ നിവേദ് കല്യാണച്ചിക്കനായ കണ്ണനെ ഒരുക്കുവാൻ കൂടി. അമ്മുവും പൊന്നുവിനും 1 വയസ്സ് മൂത്തതാണ് നിവേദ് എന്ന നിവി. വ്യാസിന്റെയും ഗൗരിയുടെയും അലക്സിന്റെയും ഗീതുവിന്റെയും അനുഗ്രഹം വാങ്ങി കണ്ണൻ മണ്ഡപത്തിലിരുന്നു. കല്യാണ വസ്ത്രത്തിൽ അണിഞ്ഞൊരുങ്ങി വരുന്ന അച്ചുവിനെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു. അവന്റെ ഇരിപ്പ് കണ്ട് അമ്മുവും പൊന്നുവും നിവിയും അവനെ കളിയാക്കി. തങ്ങളുടെ സന്തോഷത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുവാനായി ഉള്ള ആൾ വന്നതറിയാതെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു.